നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ കുടുംബത്തെ മാത്യു കുഴൽനാടൻ MLA സന്ദർശിച്ചു. സാബുവിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ CPM നേതാക്കളായ പ്രതികളെ ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുകയാണെന്നും ആരോപണം. കട്ടപ്പനയിൽ കാർഡമം ഗ്രോവേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആവശ്യമായ നിയമങ്ങൾ നടപ്പാക്കി മലയോര കർഷകരുടെ ആശങ്കകൾ ഒഴിവാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന മെത്രാൻ. വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 10 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുമെന്ന് MM മണി MLA. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളും കേന്ദ്ര സംസ്ഥാന ബന്ധവും എന്ന വിഷയത്തിൽ കട്ടപ്പനയിൽ സെമിനാർ സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ തെറ്റായ സാമ്പത്തിക നയം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടടിക്കുന്നുവെന്ന് തോമസ് ഐസക്. നെടുങ്കണ്ടം രാമക്കൽമേട്ടിൽ പിതാവ് മകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രകോപനത്തിനിടയാക്കിയത് രാത്രിയിൽ മൊബൈലിൽ പാട്ടുവച്ചതെന്ന പോലീസ്. കൊല്ലപ്പെട്ടത് രാമക്കൽമേട് ചക്കക്കാനം സ്വദേശി പുത്തൻ വീട്ടിൽ ഗംഗാധരൻ നായർ. അറസ്റ്റിലായ പിതാവ് രവീന്ദ്രൻ നായരെ റിമാൻഡ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. സാബുവിന്റെ വീട് സന്ദർശിച്ച ശേഷം കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ CPM നേതാക്കളായ പ്രതികളെ ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പോലീസ് അട്ടിമറിക്കുകയാണ്. സാബുവിന്റെ കുടുംബത്തെ CPM വേട്ടയാടുന്നു. അവർക്ക് നിയമപരമായും രാഷ്ട്രീയമായും എല്ലാ സഹായവും നൽകും. CPM നേതാവ് സജി ഭീഷണിപ്പെടുത്തിയതാണ് മരണകാരണമെന്ന് സാബുവിന്റെ കുടുംബം പറഞ്ഞു. എന്നാൽ സജിയെ പ്രതിസ്ഥാനത്ത് പോലും ചേർത്തിട്ടില്ലെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ആക്ഷേപവും അധിക്ഷേപവും മാത്രമല്ല ഭീഷണിയുടെ സ്വരവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിലായി ഈ സാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPMന്റെ നേതാവും ആ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ ഡയറക്ടറുമായിരിക്കുന്ന സജി വളരെ രൂക്ഷമായി ഈ സാബുവിനോട് സംസാരിക്കുകയും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. അതിൻ്റെ ശബ്ദരേഖകളുണ്ട്. അതിൻ്റെ ശബ്ദരേഖകൾ പോലീസിന് നൽകിയിട്ടും ഇപ്പോൾ ഞങ്ങൾ കാണുന്ന FIRൽ സജിയെ പ്രതിയാക്കുക പോലും ചെയ്തിട്ടില്ല. പോലീസ് വളരെ ഒരു കുറ്റകരമായ അനാസ്ഥയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രതിസ്ഥാനത്ത് പോലും ചേർക്കാതെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനും പ്രത്യേകിച്ച് ഈ CPM നേതാവായ സജിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഈ തരത്തിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. അത് പൊതു സമൂഹത്തിൽ ഉയർത്തി കാണിക്കുകയും തുറന്നു കാണിക്കുകയും അതോടൊപ്പം തന്നെ നിയമപരമായി ചോദ്യം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ള കാര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ CPM നേതാക്കളായ പ്രതികളെ ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുന്നു എന്നതിന്റെ ഉദാഹരണം നിരവധിയാണ്. MM മണി MLA നടത്തിയ അധിക്ഷേപ പരാമർശത്തെയും നിയമപരമായി നേരിടാനുള്ള സാധ്യതകൾ നോക്കും. ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തെയും മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി, KPCC സെക്രട്ടറിമാരായി തോമസ് രാജൻ, MN ഗോപി, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, നേതാക്കളായ തോമസ് മൈക്കിൾ, സിജു ചക്കുമൂട്ടിൽ, മനോജ് മുരളി, പ്രശാന്ത് രാജു തുടങ്ങിയവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആവശ്യമായ നിയമങ്ങൾ നടപ്പാക്കി മലയോര കർഷകരുടെ ആശങ്കകൾ ഒഴിവാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. കട്ടപ്പനയിൽ കാർഡമം ഗ്രോവേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 10 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുമെന്ന് MM മണി MLA യോഗത്തിൽ അറിയിച്ചു. വനനിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ ജനപ്രതിനിധികൾ തയ്യാറാകണം. കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാൻ കഴിയുന്ന നിയമങ്ങൾ നടപ്പാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. നിങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനങ്ങൾ വഴി, നിയമങ്ങൾ വഴി അത് നടപ്പാക്കി ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകണം.
1961 വനനിയമ ഭേദഗതിക്കെതിരെയാണ് കാർഡമം ഗ്രോവേഴ്സ് ഫെഡറേഷൻ കട്ടപ്പനയിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 10 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഫെഡറേഷൻ നേതാക്കളുമായി വിഷയത്തിൽ ചർച്ച നടത്തുമെന്ന് സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ച എം മണി MLA പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ സംഘടന ഉയർത്തുന്ന ന്യായമായ കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ഇടപെടിക്കാം. ഫെബ്രുവരി മാസം 10 ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമുക്കൊരു ചർച്ച ഗവൺമെൻറ്റുമായി നടത്താൻ ഒരു ഏർപ്പാട് ഞങ്ങൾ ഉണ്ടാക്കി തരുമെന്ന കാര്യം പ്രത്യേകിച്ചും നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നിങ്ങളുടെ ന്യായമായ ഏത് കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. സമരത്തിൽ കാർഡമം ഗ്രോവേഴ്സ് ഫെഡറേഷൻ ചെയർമാൻ സ്റ്റിനി പോത്തൻ അധ്യക്ഷനായിരുന്നു. പീരുമേട് MLA വാഴൂർ സോമൻ, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, ഫെഡറേഷൻ സെക്രട്ടറി PR സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തി. നിരവധി ആളുകൾ സമരത്തിന്റെ ഭാഗമായി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട് കർഷക വിരുദ്ധമാണെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. വനനിയമ ഭേദഗതി നിയമത്തിൽ സർക്കാർ കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവരാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെന്നും വാഴൂർ സോമൻ കട്ടപ്പനയിൽ ആരോപിച്ചു. വകുപ്പിന്റെ സ്ഥലം ഒരു എക്സ്പെരിമെന്റൽ പ്ലോട്ട് നടത്താൻ വേണ്ടി, പരീക്ഷണം നടത്താൻ വേണ്ടി പൈൻമരം വെച്ച് പിടിപ്പിച്ചതാണ്. അത് റവന്യൂ വകുപ്പ് തിരിച്ചാവശ്യപ്പെട്ടപ്പോൾ അതും ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച് അവരങ്ങ് എടുത്തു. തീർന്നില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് നിന്ന് മാതാമക്കുളം മുക്കുളം റോഡുണ്ട്. അത് ഞാൻ ജില്ലാ പഞ്ചായത്തിലായിരുന്ന കാലത്ത് PMGSYയിലെടുത്ത് പണി നടത്തി. അതിനുശേഷം ഇപ്പോൾ PWD ഏറ്റെടുത്ത റോഡാണ്. അതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് ഫോറസ്റ്റുകാർ ജണ്ട സ്ഥാപിച്ചു. ഇടിച്ച് പൊളിക്കേണ്ടി വന്നു. അത് വേറൊരു ഭാഗം. പുതിയ നിയമം വന്നാൽ ഒരു സംശയവും വേണ്ട, MLA ആണെന്നൊന്നും നോക്കത്തില്ല, പിടിച്ചകത്തിടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പം അതാണ് എനിക്കുള്ള ആശങ്ക. നമുക്കെങ്ങനെ ഇവരെ ഇരിക്കാൻ പറഞ്ഞാൽ അവർ കയറി കിടന്നു കളയും. അതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ നിലപാടുകളോട് നമുക്ക് യോജിക്കാൻ ഒരു നിവൃത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുടിയേറ്റ ജനതയ്ക്ക് സർക്കാർ എതിരാണെന്ന് മാത്യു കുഴൽനാടൻ MLA. വനനിയമ ഭേദഗതി അടിച്ചേൽപ്പിക്കാനായിരുന്നു സർക്കാരിന്റെ ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വന ഭേദഗതി ബില്ല് അമെൻമെന്റില്ലേ, ആ അമെൻമെന്റ് അപ്രൂവ് ചെയ്ത ഏക ബോഡിയാണെന്ന് പറയും. ആ അമെൻമെന്റ് കണ്ട് അപ്രൂവ് ചെയ്ത ഏക ബോഡി എന്ന് പറയുന്നത് കേരള ക്യാബിനറ്റാണ്. കേരള ക്യാബിനറ്റിലെ റോഷി മിനിസ്റ്ററായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ MLA-മാർക്ക് അതിൻ്റെ കോപ്പി വരുന്ന സമയം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല. പലപ്പോഴും ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞാലും മറ്റൊക്കെ വന്നത് ഈ MLA-മാരും പ്രതികരിക്കാനായിട്ട് അറിഞ്ഞില്ല. കാരണം വൺസ് പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് MLA-മാർക്ക് അതിൻ്റെ കോപ്പി സർക്കുലേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അതിനു മുമ്പ് ഈ അമെൻമെന്റ് കണ്ടത്, അപ്രൂവ് ചെയ്തത് കേരള ക്യാബിനറ്റാണ്. ആ ക്യാബിനറ്റ് റോഷി അഗസ്റ്റിനടക്കം ഇരിക്കുകയാണ്. അപ്പം റോഷി അഗസ്റ്റിനടക്കം സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസോ റോഷി അഗസ്റ്റിനോ അതിൻ്റെ അകത്ത് ഒരു ചെറിയ വിയോജിപ്പ് പോലും പറഞ്ഞില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്, കേരള കോൺഗ്രസ് മണി ഉത്തരം പറയാൻ തയ്യാറാകേണ്ട ഇവിടുത്തെ ജനങ്ങളോട് ഇപ്പം കിടന്ന് വെപ്രാളം കൂട്ടം എന്തുകൊണ്ട് അതിൻ്റെ ആ വനഭേദഗതി നിയമം വന്ന് വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും പ്രതിപക്ഷവും കേരളത്തിൻ്റെ പൊതുസമൂഹവും വനയോര മേഖലയിലെ ആളുകളും ഉയർത്തിയതിന് ശേഷമാണ് കേരള കോൺഗ്രസ് എമ്മും മന്ത്രി റോഷി അഗസ്റ്റിനും ഈ കാര്യത്തിൽ നിലപാട് മാറ്റം വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതുണ്ടായിരുന്നില്ലെങ്കിൽ ഈ വനഭേദഗതി നിയമം ഇതേപടി നടപ്പിലാക്കുന്നതിന് കേരള കോൺഗ്രസ് മാണിക്കോ റോഷി അഗസ്റ്റിനോ ഒരു പ്രയാസമില്ലായിരുന്നുകൊണ്ട് വിചാരിക്കാൻ. നരേന്ദ്രമോദിയുടെ തെറ്റായ സാമ്പത്തിക നയം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടടിക്കുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്. CPM ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളും കേന്ദ്ര സംസ്ഥാന ബന്ധവും എന്ന വിഷയത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം ഇന്ത്യയിൽ കുറഞ്ഞു വരികയാണെന്നും തോമസ് ഐസക് പറഞ്ഞു. ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളും കേന്ദ്ര സംസ്ഥാന ബന്ധവും എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെറ്റായ സാമ്പത്തിക നയം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടടിക്കുകയാണ്. ഇന്ത്യയുടെ നിലവിലെ സാമ്പത്തിക നയത്തിൽ കർഷകർക്ക് വലിയ ദുരന്തമാണ് നേരിടേണ്ടി വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള
നിക്ഷേപം ഇന്ത്യയിൽ കുറഞ്ഞു വരുന്നു. ഇതെല്ലാം രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതിന് ഉദാഹരണമാണ്. നമ്മുടെ നാടെന്നുള്ള കേരളീയരുടെ അഭിമാനബോധം നടക്കാൻ പോകുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നേട്ടമാണ് കൈവരിക്കുന്നത്. കേരളത്തിന്റെ വളർച്ച മോദിക്കുള്ള മറുപടിയാണ്. നാടിന്റെ താൽപര്യത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു. 73-ാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോ നമ്മുടെ പഞ്ചായത്ത് തലത്തിലേക്ക് അധികാര വിഭജനമുണ്ട്. ഈ പുതിയ ആഗോള പരിഷ്കാരങ്ങൾ ഇങ്ങനെ സംസ്ഥാനത്തിനും പഞ്ചായത്തിനൊക്കെ അധികാരം ഉണ്ടാവുന്നതിനെതിരാണ്. ഫലത്തില് അത് BJP കൂടി ആകുമ്പോ പിന്നെ പൂർണ്ണമായി. എന്താ കാര്യം? അവരെ രാജ്യത്ത് വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട്, വിവിധ സംസ്കാരങ്ങളുള്ളവരുണ്ട്, വ്യത്യസ്തമായ ചരിത്ര പാരമ്പര്യമുള്ളവരുണ്ട്. രാജ്യത്തെ വൈവിധ്യത്തെ അംഗീകരിക്കാത്തൊരു പാർട്ടി ആദ്യമായിട്ട് ഇന്ത്യ ഭരിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിൽ കുവപ്ലാക്കൽ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KS മോഹനൻ, PS രാജൻ, നേതാക്കളായ VR സജി, മാത്യു ജോർജ്, TS ബിസി, KR സോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം രാമക്കൽമേട്ടിൽ പിതാവ് മകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രകോപനത്തിനിടയാക്കിയത് രാത്രിയിൽ മൊബൈലിൽ പാട്ടുവച്ചതെന്ന് പോലീസ്. രാമക്കൽമേട്ട് ചക്കക്കാരം സ്വദേശി പുത്തൻ വീട്ടിൽ ഗംഗാധരൻ നായരാണ് കൊല്ലപ്പെട്ടത്. അറസ്റ്റിലായ പിതാവ് രവീന്ദ്രൻ നായരെ റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച രാത്രിയിലാണ് അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ ഗംഗാധരൻ പിതാവിന്റെ മർദ്ദനമേറ്റ് മരിച്ചത്. രാത്രിയിൽ മദ്യപിച്ചെത്തിയ മകനും അച്ഛനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. പിന്നീട് രവീന്ദ്രനും ഭാര്യയും ഉറങ്ങാൻ പോയി. തുടർന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഗംഗാധരൻ കിടപ്പുമുറിയിലെത്തി കട്ടിലിൽ കിടക്കുകയും മൊബൈൽ ഫോണിൽ പാട്ട് വയ്ക്കുകയും ചെയ്തു. മദ്യലഹരിയിലായിരുന്ന ഇയാൾ അല്പസമയത്തിനകം ഉറങ്ങിപ്പോയി. എന്നാൽ പാട്ട് നിർത്തിയിരുന്നില്ല. രവീന്ദ്രൻ പലതവണ പാട്ട് നിർത്തുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ഫലം കാണാതെ വന്നതോടെ ഗംഗാധരന്റെ മുറിയിൽ എത്തി കാപ്പി പിടിക്ക് തലയ്ക്കടിക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ നിലത്ത് വീണ ഗംഗാധരന്റെ തലയിൽ നിന്നും രക്തം വാർന്ന മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് അയൽവാസികളെ മകൻ ബോധം കെട്ടു വീണുവെന്ന് രവീന്ദ്രൻ അറിയിച്ചു. മുറ്റത്ത് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ പോയി മടങ്ങുമ്പോൾ മെറ്റലിൽ തലയിടിച്ച് വീഴുകയായിരുന്നുവെന്നാണ് രവീന്ദ്രൻ നാട്ടുകാരോട് പറഞ്ഞത്. എന്നാൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ വാഹനം ഓടിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറോടും ആശുപത്രിയിലെ ഒരു ഡോക്ടറോടും താൻ വടിയെടുത്ത് അടിച്ചിരുന്നതായി പറഞ്ഞതാണ് നിർണായകമായത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വടികൊണ്ട് തലയുടെ വലതുഭാഗത്തേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായിരുന്നു. ഇതോടുകൂടി രവീന്ദ്രനെ കമ്പംമെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മൂലമറ്റത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് 17 പേർക്ക് പരിക്ക്. കാഞ്ഞാർ വാഗമൺ റൂട്ടിൽ പുത്തേടിന് സമീപമുള്ള കുത്തിറക്കത്തിൽ നിയന്ത്രണം വിട്ട വാഹനം 60 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്നെത്തിയ അയ്യപ്പ ഭക്തരാണ് അപകടത്തിൽപ്പെട്ടത്. 3 കുട്ടികളടക്കം 21 അയ്യപ്പ ഭക്തരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ 4 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ 15ഓളം പേരെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ശബരിമല ദർശനത്തിന് ശേഷം പുല്ലുമേട്ടിലെത്തി മകരജ്യോതി കണ്ട് മടങ്ങുകയായിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാഞ്ഞാർ വാഗമൺ റൂട്ടിൽ പുത്തേടിന് സമീപമുള്ള കുത്തിറക്കത്തിൽ നിയന്ത്രണം വിട്ട വാഹനം 60 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വാഹനം മരത്തിൽ തട്ടി നിന്നതിനാൽ കൂടുതൽ താഴ്ചയിലേക്ക് മറിയാതെ വൻ ദുരന്തം ഒഴിവായി. നാട്ടുകാരാണ് ആദ്യം ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് കാഞ്ഞാർ പോലീസും മൂലമറ്റം തൊടുപുഴ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തി. 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണെങ്കിലും കാഞ്ഞാർ പുള്ളിക്കാനം റൂട്ടിൽ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വണ്ടിപ്പെരിയാർ വാളാടിയിൽ നിയന്ത്രണം നഷ്ടമായ കാർ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തമിഴ്നാട് ചെന്നൈയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാളാടി കവലയ്ക്ക് സമീപം എത്തിയപ്പോൾ കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതോടെ നിയന്ത്രണം നഷ്ടമായ കാർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു.
ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും കാറിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. വാഹനത്തിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ഈ സമയം എതിർവശത്തുനിന്ന് മറ്റു വാഹനങ്ങൾ വരാതിരുന്നതും വലിയ അപകടം ഒഴിവാക്കി. അപകടത്തെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സഹകരണ ജനാധിപത്യ വേദിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി സെക്രട്ടറി ജോസഫ് വാഴക്കൻ സമരം ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന കേരള ബാങ്കിന്റെ വികലമായ നയങ്ങൾ പിൻവലിക്കുക, പ്രാഥമിക സഹകരണ സംഘങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക, ഓഹരിയും അംഗങ്ങളുടെ നിക്ഷേപവും ഉൾപ്പെടെയുള്ള തുകകൾക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ വിവിധ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കാനുള്ളത് 110 കോടി രൂപ സർക്കാർ പറഞ്ഞതുകൊണ്ട് അവര് കടാശ്വാസ കമ്മീഷന്റെ തീരുമാനമനുസരിച്ച് കടം ഭാഗികമായും ഒക്കെ എഴുതിത്തള്ളിപ്പോൾ സംസ്ഥാനത്തെ ഈ ജില്ലയിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഉണ്ടായ നഷ്ടം സംസ്ഥാന സർക്കാർ കൊടുക്കാമെന്നുള്ള ധാരണയിലാണ് തീർത്തത്. പക്ഷെ ആ പൈസ കൊടുത്തില്ലെങ്കിൽ എങ്ങനെ സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോകും? സംസ്ഥാന സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച് ആ കടങ്ങൾ ക്ലോസ് ചെയ്തിട്ടുള്ള ആളുകൾ, ആ ബാങ്കുകൾ എങ്ങനെ നിലനിൽക്കും? സംസ്ഥാന സർക്കാർ ആ പണം കൊടുക്കാതിരുന്നാൽ 110 കോടി രൂപ ഈ പാവപ്പെട്ട ജില്ലയിൽ, പാവപ്പെട്ട കർഷകർ മാത്രമുള്ള ജില്ലയിൽ അവരുണ്ടാക്കിയിരിക്കുന്ന ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ബാധ്യതയാണ്. സഹകരണ സംരക്ഷണ വേദി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് അധ്യക്ഷത വഹിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു, KPCC ഭാരവാഹികളായ AK മണി, അഡ്വക്കേറ്റ് MN ഗോപി, AP ഉസ്മാൻ, DCC ജനറൽ സെക്രട്ടറി MT അർജുനൻ, ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് MK പുരുഷോത്തമൻ, D കുമാർ, OR ശശി, അഡ്വക്കേറ്റ് സുരിയക് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. കട്ടപ്പന ടൗൺ ഹാൾ നവീകരണത്തിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത്. 75 ലക്ഷം രൂപ മുടക്കി ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലാത്ത തരത്തിലാണ് നഗരസഭ നവീകരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് പരാതി. അഴിമതിക്കെതിരെ വിജിലൻസിൽ പരാതി നൽകാനും പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് കടക്കുവാനുമുള്ള ഒരുക്കത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 1982 ഡിസംബർ 4 തറക്കല്ലിട്ട് 1988 ഉദ്ഘാടനം ചെയ്ത കട്ടപ്പന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. ഉദ്ഘാടന ശേഷം ഏതാനും തവണ മാത്രമേ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൂ. ഇതോടുകൂടി ഏതാനും വർഷങ്ങളായി ടൗൺ ഹാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയുണ്ടായി. കെട്ടിടം ശോച്യാവസ്ഥയിലായതോടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് പുതിയ ടൗൺ ഹാൾ സജ്ജമാക്കണമെന്ന ആവശ്യം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു. തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാൾ നവീകരിക്കാനാണ് നടപടിയായത്. ഇതിനായി 75 ലക്ഷം രൂപയും വകയിരുത്തി. നഗരസഭ പ്ലാൻ ഫണ്ടും ശുചിത്വ മിഷൻ ഫണ്ടും ഉപയോഗിച്ചാണ് നവീകരണം നടത്തുന്നത്. എന്നാൽ 75 ലക്ഷം രൂപയ്ക്ക് യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത നിർമ്മാണ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന ആരോപണമാണ് ശക്തമായിരിക്കുന്നത്. പാർക്കിംഗ് സൗകര്യം ഒരുക്കാതെയുള്ള നവീകരണം മൂലം ഇത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ വരും. ഒപ്പം 75 ലക്ഷം രൂപ മുടക്കിയുള്ള അറ്റകുറ്റപ്പണി എന്തെന്നുള്ള ദുരൂഹതയും നിലനിൽക്കുന്നു. ഇത് നഗരസഭയുടെ ഏറ്റവും വലിയ അഴിമതിയുടെ ഉദാഹരണമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർ ഷാജി കുത്തോടി ആരോപിച്ചു. സംബന്ധിച്ചിടത്തോളം വികസിച്ചു വരുന്ന കട്ടപ്പനയ്ക്ക് ഒരു നല്ല ടൗൺ ഹാൾ ആവശ്യമാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കട്ടപ്പന നഗരസഭയുടെ കൗൺസിലിലും പുറത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ നിരന്തരം ആവശ്യപ്പെട്ടു കട്ടപ്പന ടൗൺ ഹാൾ പൊളിച്ചു പണിയണം, അതിനുവേണ്ട ഫണ്ട് ഉണ്ടാവണം. ഈ 75 ലക്ഷം രൂപ മുടക്കി ഇതിൻ്റെ തറ ലെവൽ ചെയ്തായിരുന്നെങ്കിൽ അടുത്ത വർഷം ഒരു 1 കോടി രൂപ മുടക്കാൻ ഒരു നില പൂർത്തീകരിച്ച് അതിന് പാർക്കിംഗ് ആക്കി അതിനുശേഷം 2 വർഷം കൊണ്ട് ഇവിടെ അതിമനോഹരമായ ഒരു ടൗൺ ഹാൾ പൂർത്തീകരിക്കാൻ കട്ടപ്പന നഗരസഭ ഭരണസമിതിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇത് കട്ടപ്പന ഫെസ്റ്റിനേക്കാൾ വലിയൊരു അഴിമതിയാണ് ഇതിനകത്ത് നടക്കുന്നത്. കട്ടപ്പന കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി. കാരണം ഇത് ചെയ്തതുകൊണ്ട് ഈ നാട്ടിലെ യാതൊരാൾക്കും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കട്ടപ്പനയിലെ പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തകർ മുഴുവൻ, അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും പറയുന്നു കട്ടപ്പന നഗരസഭയിൽ ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി 75 ലക്ഷം രൂപ മുടക്കാൻ പാടില്ല. UDF നേതാക്കന്മാർ പറയുന്നു, LDF നേതാക്കന്മാർ പറയുന്നു, BJPക്കാർ പറയുന്നു, കട്ടപ്പനയിലെ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളും പറയുന്നു ഒരു പാർക്കിംഗ് സൗകര്യമില്ലാത്ത ഒരു ഓഡിറ്റോറിയം പണിതുകൊണ്ട് കട്ടപ്പനയ്ക്ക് യാതൊരുവിധ പ്രയോജനവുമില്ല. ഇത്രയും വലിയൊരു തുക ഈ 75 ലക്ഷം രൂപ മുടക്കി ഇത് പണിയുന്നത് കട്ടപ്പനയിലെ ഏറ്റവും വലിയ അഴിമതിക്ക് കാരണമാകും. കട്ടപ്പന ഭരണസമിതി ഈ 75 ലക്ഷം രൂപ കൊണ്ട് പണിയുന്നത് അവരുടെ
അഴിമതിക്ക് ഉള്ള ഒരു കളമൊരുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇതിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരും പ്രവർത്തകരും നേതാക്കന്മാരും ഉൾപ്പെടെ കേസ് ഉൾപ്പെടെയുള്ള വിജിലൻസ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അടിയന്തരമായി ചെയ്യാനാണ് തീരുമാനം. മറ്റ് ഓഡിറ്റോറിയങ്ങളെ അപേക്ഷിച്ച് സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യേണ്ട ടൗൺ ഹാൾ വലിയ തുക മുടക്കി പ്രയോജനരഹിതമാക്കുകയാണ് നഗരസഭ ചെയ്യുന്നതെന്നാണ് പരാതി. പഴയ കെട്ടിടം പൊളിച്ച് ഉപകാരപ്രദമായ കെട്ടിടം നിർമ്മിക്കേണ്ടിടത്താണ് വൻതുക മുടക്കി പൊതുജനങ്ങളുടെ കണ്ണിൽ നഗരസഭ പൊടിയിടുന്നത്. ഈ അഴിമതിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ അറിയിച്ചു. പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പീച്ചാട് പ്ലാമല മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്ലാമല 25 ഏക്കറിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് വ്യാപക നാശം വിതച്ചു. പ്രദേശവാസികളുടെ ഏലകൃഷിക്കും വീടുകൾക്കും കാട്ടാനകൾ നാശം വരുത്തി. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം നിലനിൽക്കുകയാണ്. രാത്രികാലത്ത് ആളുകളുടെ കൃഷിയിടങ്ങളിൽ എത്തുന്ന ആന വ്യാപക നാശമാണ് വരുത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്ലാമല 25 ഏക്കറിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് വലിയ തോതിൽ നാശം വിതച്ചു. പ്രദേശവാസികളിൽ ചിലരുടെ ഏലം കൃഷി കാട്ടാനകൾ നശിപ്പിച്ചു. വീടുകൾക്കും കേടുപാടുകൾ വരുത്തി. ഏലം കൃഷിക്കായി ഉപയോഗിച്ചിരുന്ന കാർഷികോപകരണങ്ങളും കാട്ടാനകൾ നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കാട്ടാന പ്രദേശത്ത് വരുത്തിയത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാനശല്യം നിലനിൽക്കുകയാണ്. കാട്ടാനശല്യം പ്രതിരോധിക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പിനെ സമീപിച്ചിട്ടും നടപടിയില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കാട്ടാനശല്യം വർദ്ധിച്ചതോടെ പ്രദേശവാസികൾ ഭീതിയോടെയാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. കാട്ടാന ഭീതി ഒഴിവാക്കാൻ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. PMAY പദ്ധതി പ്രകാരം അനുവദിച്ച വീടിന്റെ നിർമ്മാണത്തിനാവശ്യമായ തുക കൃത്യമായി ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി അയ്യപ്പൻകോവിൽ ചേമ്പളം ഊരുമൂപ്പൻ. ഇതിനായി ദിവസവും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് താനെന്ന് ഊരുമൂപ്പനായ ഇലവുങ്കൽ രവി പറയുന്നു. 2023-24 വർഷത്തിലാണ് അയ്യപ്പൻകോവിൽ ചേമ്പളം ആദിവാസി ഊരുമൂപ്പനായ ഇലവുങ്കൽ രവിക്ക് PMAY പദ്ധതി പ്രകാരം വീട് ലഭിച്ചത്. 6 ലക്ഷം രൂപയായിരുന്നു അനുവദിച്ചത്. എന്നാൽ പണം കൃത്യമായി ലഭിക്കാത്തതിനാൽ വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് രവി പറയുന്നു. ഞാൻ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ചേമ്പളം ഊരുമൂപ്പനാണ്. എനിക്ക് 2023-24 സാമ്പത്തിക വർഷത്തിൽ എനിക്ക് PMAY പദ്ധതി പ്രകാരം ലഭിച്ചൊരു വീടാണിത്. അപ്പം അതിനകത്ത് എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ കിട്ടിയ ഫണ്ടെല്ലാം വിനിയോഗിച്ചുകൊണ്ട് നല്ല വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയും വയറിങ് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരമുള്ള എല്ലാ വർക്കുകളും ഞാൻ ഇവിടെ പൂർത്തീകരിക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ എനിക്ക് 3% പൈസ ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിൻ്റെ വിഹിതമായ കുറേ പൈസകൾ എനിക്ക് ബാക്കി ബാലൻസ് ഇനി കിട്ടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ ഞാൻ BA കാണുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പം പഞ്ചായത്തിൻ്റെ വിഹിതം ബ്ലോക്കിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയുകയും ചെയ്തു. 2 ആഴ്ചയ്ക്കകം പൈസ ലഭ്യമാകുമെന്ന് പറഞ്ഞിട്ട് ഈ സമയം വരെ 2025 ആയിട്ടും എനിക്ക് ആ ഫണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം PMAY പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന പദ്ധതിക്ക് യാതൊരുവിധ തടസ്സങ്ങളില്ലെന്നാണ് എനിക്ക് കിട്ടിയ അറിവും. അതായത് പ്രധാനമന്ത്രി നേരിട്ട് സംവാദം നടത്തിയ ഒരു ചെറുതൊടി വെച്ച് നടത്തപ്പെടുകയും ചെയ്തു. അതിനകത്ത് ഞാൻ പങ്കെടുത്തപ്പം പറഞ്ഞു, ഒരു കാരണവശാലും അന്ന് വിശദീകരിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഈ ഫണ്ട് PMAY പദ്ധതി പ്രകാരമുള്ള ഒരു ഫണ്ടിന് ഒരു തടസ്സവുമില്ല എന്നതാണ് പറഞ്ഞിരുന്നത്. പണികൾ തീർക്കാനുണ്ട്. എനിക്ക് ആ ഫണ്ടുകൾ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള പണികൾ പൂർത്തീകരിക്കാനും പറ്റുള്ളൂ. 1.5 മാസം മുമ്പ് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പണം ലഭിക്കുമെന്നാണ് അറിയിച്ചത്. എന്നാൽ അവസാന ഗഡു ലഭിക്കാതായതോടെ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇദ്ദേഹം. വെള്ളത്തൂവലിലെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ചെക്ക് ഡാമിൽ നിറഞ്ഞുകിടക്കുന്ന ചെളിയും മണലും നീക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമില്ല. വെള്ളത്തൂവൽ പാലത്തിന് താഴെ മുതിരപ്പുഴയാറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡ് ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. വെള്ളത്തൂവൽ പാലത്തിന് താഴെ മുതിരപ്പുഴയാറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡിന്റെ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ ഈ ചെക്ക് ഡാം ഇപ്പോഴും ചെളിയും മണലും കൊണ്ട് നിറഞ്ഞ സ്ഥിതിയാണ്. ചെങ്കുളം പവർ ഹൗസിൽ നിന്നും ഉൽപാദനശേഷം പുറത്തുവിടുന്ന ജലവും മുതിരപ്പുഴയാറ്റിലെ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ചെക്ക് ഡാം നിർമ്മിച്ചത്. ഈ ഡാമാണിപ്പോൾ ചെളിയും മണലും കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത്. മണലും ചെളിയും നീക്കി ചെക്ക് ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന നടപടി അനന്തമായി നീളുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നു. മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. വെള്ളത്തൂവലിലെ മിനി പവർ ഹൗസ് 2018 പ്രളയത്തിൽ വന്ന മണ്ണും ചെളിയും മണലും നിറഞ്ഞു കിടന്ന് പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ നാടിൻ്റെ വികസനത്തിന് ഏറെ സഹായകരമായിരുന്നു ആ മിനി പവർ ഹൗസ്. അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്തുകൊണ്ടോ
ഇതിനോടൊന്നും യാതൊരുവിധ ഉത്തരവാദിത്വവും നിലവിലുള്ള ഭരണ സംവിധാനത്തിനോ വൈദ്യുതി ബോർഡിനോ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇത് മണലും ചെളിയും നിറഞ്ഞു കിടക്കുന്നത്. ഈ മണലും ചെളിയും ലേലം ചെയ്ത് കൊടുത്താൽ തന്നെ ഇവിടുത്തെ നിർമ്മാണ മേഖല സജീവമാവും. ആളുകൾക്ക് നിസ്സാര വിലയ്ക്ക് മണൽ കിട്ടും. അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മുടെ ഭവന പദ്ധതികളെല്ലാം 70 രൂപ അടിക്ക് കൊടുത്താണ് എംസാൻഡ് ഇവിടെ മേടിക്കുന്നത്. ഒരടി എംസാൻഡിന് 70 രൂപ. നമ്മുടെ മുറ്റത്ത് കിടക്കുന്നു ലോഡ് കണക്കിന് നല്ല ഒന്നാം തരം മണൽ. ആ മണൽ ലേലം ചെയ്ത 2-3 ഗുണങ്ങളാണ്. ഒന്ന്, നമ്മുടെ വൈദ്യുത മേഖല സജീവമാവും. പവർ കട്ടും വൈദ്യുതി ക്ഷാമവും ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഈ മണൽ ലേലം ചെയ്യുവാനും വെള്ളത്തോൽ മിനി പവർ ഹൗസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള നടപടികളും കൂടി ആരംഭിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. 2018 പ്രളയത്തെ തുടർന്ന് ചെക്ക് ഡാമിൽ മണലും ചെളിയും വന്ന് നിറഞ്ഞിരുന്നു. അന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിന്നും മണൽ നീക്കാനുള്ള ചില ഇടപെടലുകൾ നടത്തുകയുണ്ടായി. പക്ഷേ ഇതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ചില ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ അനുമതി മരവിപ്പിച്ചു. ഇനിയും കാലതാമസം വരുത്താതെ ചെക്ക് ഡാമിന്റെ സംഭരണ ശേഷി തിരികെ എടുക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ടൗണിലെ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലെന്ന ആരോപണം. ഈ സാഹചര്യത്തിൽ ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനയാത്രികരും കാൽനട യാത്രക്കാരും ഇതുവഴി കടന്നു പോകുന്നത്. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ടൗണിൽ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് മാസങ്ങളായി. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര വേഗതയില്ലെന്നാണ് ആരോപണം. മഴ പെയ്താൽ ടൗൺ ആകെ വെള്ളക്കെട്ടിലാകും. ഇത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. നമ്മുടെ ഈ മാട്ടുക്കട്ടയിൽ നിന്ന് അയ്യപ്പൻകോവിലേക്ക് പോരുന്ന ഒരു പാറ റോഡുണ്ട്. ആ റോഡ് ഇന്ന് ഉപയോഗശൂന്യമായിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമുക്ക് ഈ റോഡ് ഇതിൻ്റെ ഈ ഒരു അവസ്ഥ കാരണം ഒരു കാൽനട യാത്ര പോലും വളരെ ദുഷ്കരമായ ഒരു രീതിയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസാണ്. ആ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പോലും അവിടെ ആ റോഡ് എത്രയും പെട്ടെന്ന് ടാർ ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ ഇന്ന് വ്യാപാരികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരിതം എന്ന് പറയുന്നത് കട തുറന്നിരിക്കാൻ പറ്റുന്നില്ല. ഒരു വാഹനം കടന്നു പോകുമ്പോൾ നിറച്ച് പൊടിയാണ് അതിനകത്ത്. എന്തുകൊണ്ട് ഈ അധികാരികൾ ഇതിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഇന്നും മനസ്സിലാകാത്ത ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വലിയൊരു വിഷയം തന്നെയാണ്. ടൗണിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ നടക്കുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്തുന്നില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു. വാട്ടർ അതോറിറ്റിക്കാർ 2 പ്രാവശ്യം റോഡ് മാറ്റുകയും ആദ്യം റോഡിന് നടുക്കൂടെ പൈപ്പിടുകയും അതിന് ശേഷം സൈഡിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ കുന്നും കുഴിയായിട്ട് കിടക്കുന്നതുകൊണ്ട് വ്യാപാര സ്ഥാനം കൊണ്ട് ആൾക്കാർക്ക് വരാനും അതുപോലെ തന്നെ വണ്ടികൾ കൊണ്ട് വന്ന് പാർക്ക് ചെയ്യാനോ ആൾക്കാർക്ക് ഇറങ്ങി നടക്കാനുള്ള മഴ പെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ചെടിയും കുഴിയായിട്ട് അത്രത്തോളം പൊടിയും ഇതായിട്ട് ഇവിടുത്തെ വ്യാപാരികൾ ഇരുന്നാണ് റോഡിൻ്റെ പണി മൂലം. ഇപ്പോൾ അത് വീണ്ടും 1 വർഷത്തിനും വീണ്ടും പൊടി തിന്നേണ്ട ഒരു ഗതി. പണിയുന്നതിന് മുമ്പ് കുറച്ച് കുഴിയും ചെടിയൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. എത്രയും വേഗം മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കരാറുകാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് വ്യാപാരികളും പൊതുജനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. ദേശീയപാത 85ന്റെ ഭാഗമായ കൊച്ചി മൂന്നാർ പാതയുടെ നവീകരണ ജോലികൾ പൂർത്തിയാകുന്നതോടെ 2 ഇടങ്ങളിൽ ടോൾ പ്ലാസ ഉയരും. ഇതോടൊപ്പം വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്ന് മുടങ്ങിക്കിടക്കുന്ന നീരിമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിലെ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കാട്ടാനകളുടെ സഞ്ചാരം സുഗമമാക്കുന്നതിന് 2 ഇടങ്ങളിൽ റാമ്പ് നിർമ്മിക്കുന്നതിനും ധാരണയായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അത് കൂടുതൽ കരുത്താകും. പാതയുടെ നവീകരണ ജോലികൾ പൂർത്തിയാകുന്നതോടെ 2 ഇടങ്ങളിൽ ടോൾ പ്ലാസ ഉയരും. എറണാകുളം ജില്ലയിലെ കവളങ്ങാടും മൂന്നാറിന് സമീപവുമാണ് ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിന് NHAI അധികൃതർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മൂന്നാർ ഗ്യാപ് റോഡിൽ ദേവികുളത്തിന് സമീപം ലാക്കാട് ഇപ്പോൾ ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെയാണ് മൂന്നാറിന് സമീപം പള്ളിവാസലിൽ മറ്റൊരു ടോൾ പ്ലാസ കൂടി സ്ഥാപിക്കുന്നത്. ഇതോടൊപ്പം വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്ന് മുടങ്ങിക്കിടന്ന നീരിമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിലെ നവീകരണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കാട്ടാനകളുടെ സഞ്ചാരം സുഗമമാക്കുന്നതിന് 2 ഇടങ്ങളിൽ റാമ്പ് നിർമ്മിക്കുന്നതിനും ധാരണയായി. വനമേഖലയിലെ നിർമ്മാണ ജോലികൾ അടിയന്തരമായി പൂർത്തിയാക്കും വിധമാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാകുന്നതോടെ നീരിമംഗലം വനമേഖലയിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാകും. പഴയരിക്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു.
പഴയരിക്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ജനുവരി 14, 17, 18, 19 തീയതികളിലായിട്ടാണ് ഇടവക മധ്യസ്ഥനായ ധീരരക്തസാക്ഷി വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊടിയേറ്റുകർമ്മവും പുതുതായി നിർമ്മിച്ച ഇടവക കാര്യാലയത്തിന്റെ വെഞ്ചരിപ്പും നടന്നു. കൊടിയേറ്റു കർമ്മങ്ങൾക്ക് ശേഷം മാർ ജോൺ നെല്ലിക്കുന്നിൽ നയിച്ച പൊന്തിഫിക്കൽ കുർബാനയിൽ മോൺസിഞ്ഞോർ എബ്രഹാം പുറയാറ്റ, മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, ഫാദർ ജോസഫ് അക്കുറ്റ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇവിടെ പൗരോഹിത്യ ശുശ്രൂഷ, ഇടയ ശുശ്രൂഷ നിർവഹിക്കാനായി കടന്നു വരുന്ന വൈദികരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അവരോട് വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്ന നല്ല വിശ്വാസങ്ങളുടെ അഭിപ്രായമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക കാര്യാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും നടന്നു. ഇവിടെ വസിക്കുന്ന വൈദികരെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുകയും നിങ്ങളുടെ ദിനത്തിന് സ്നേഹപൂർവ്വമായ ശുശ്രൂഷ ചെയ്യുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേ. തിരുനാൾ കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസഫ് അക്കൂറ്റ്, ട്രസ്റ്റി അംഗങ്ങളായ വാവച്ചൻ പിരുവിലങ്ങാട്ട, ബേബി വാലുമേൽ, മാത്യു നടുവത്തെട്ട് എന്നിവർ നേതൃത്വം നൽകും. വണ്ടൻമേട് മാലി ശ്രീ അയ്യപ്പൻ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം നടന്നു. ചടങ്ങിനോടനുബന്ധിച്ചൊരുക്കിയ മകരജ്യോതി വിളക്ക് ദർശിക്കാൻ നിരവധി ഭക്തർ എത്തി. മണ്ഡലകാലത്തോടനുബന്ധിച്ച് 41 ദിവസത്തെ പ്രത്യേക പൂജകളാണ് മാലി ശ്രീ അയ്യപ്പൻ ക്ഷേത്രത്തിൽ നടന്നുവന്നത്. ശ്രീ ധർമ്മശാസ്താവ്, മുരുകൻ, ഗണപതി, ആഞ്ജനേയൻ, നവഗ്രഹങ്ങൾ തുടങ്ങിയവരെ പൂജിച്ചു. ക്ഷേത്രം പൂജാരി സൗന്ദരരാജ് മുഖ്യ കാർമ്മികനായിരുന്നു. 41 മണ്ഡല പൂജ ചെയ്തപ്പോൾ ഈ അഭിഷേകങ്ങളൊക്കെ അർച്ചനയൊക്കെ ചെയ്യുന്നുണ്ട്. 11 അഭിഷേകങ്ങളും പാളാഭിഷേകം, നെയ്യഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, തേനഭിഷേകം, സന്തനാഭിഷേകം, വിഭൂതി അഭിഷേകം, അങ്ങനെ എല്ലാ അഭിഷേകങ്ങളും ഒരു 11 അഭിഷേകങ്ങളും ഞങ്ങൾ ചെയ്ത് 41 മണ്ഡല പൂജ നടത്തുന്നുണ്ട്. തുടർന്ന് അന്നദാനവും നടന്നു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ കെ ആറുമുഖം, തങ്കവേൽ, പാർത്ഥിപൻ, എസ് ലക്ഷ്മണൻ, കറുപ്പുസ്വാമി, പി മണികണ്ഠൻ, ക്ഷേത്രം പൂജാരിമാരായ കറുപ്പുസ്വാമി, ഗുരുസ്വാമിമാരായ അളകർ, ചിന്നരാജ് എന്നിവർ നേതൃത്വം നൽകി. രാജകുമാരി നോർത്ത് രാമചന്ദ്രം ദേവീശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്നുവന്ന മകരവിളക്ക് മഹോത്സവം സമാപിച്ചു. കഴിഞ്ഞ 5 ദിവസങ്ങളായി നടന്നുവന്ന മഹോത്സവത്തിനാണ് താലപ്പൊലി ഘോഷയാത്രയുടെ സമാപനം കുറിച്ചത്. 10-ാം തീയതി മഹാഗണപതി ഹോമത്തോടെ തുടക്കം കുറിച്ച മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെയും തെയ്യം, മയിലാട്ടം, കാവടി എന്നിവയുടെയും അകമ്പടിയോടെയായിരുന്നു താലപ്പൊലി ഘോഷയാത്ര നടന്നത്. ഘോഷയാത്രയ്ക്കൊപ്പം ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള രഥം ക്ഷേത്ര അങ്കണത്തിൽ എത്തിച്ചേർന്നതോടെ വിശേഷാൽ ദീപാരാധനയും പുഷ്പാഭിഷേകവും നടന്നു. നമ്മുടെ കുരുവിളാസിറ്റിയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും തെയ്യം, കാവടി, വാദ്യമേളങ്ങളുടെ അകമ്പടികളുള്ള ഘോഷയാത്ര കുരുവിളാസിറ്റിയിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വലിയ ഒരു ജനപ്രവാഹം തന്നെ ഈ വർഷം രാജകുമാരി രാമചന്ദ്രൻ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ കൂടുകയുണ്ടായി. ക്ഷേത്രം തന്ത്രി അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി PU സുമേഷ് ശാന്തികൾ എന്നിവർ മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് CN സുരേഷ്, സെക്രട്ടറി VR സുനിൽകുമാർ, ഉത്സവ കമ്മിറ്റി ചെയർമാൻ PG രാജേഷ്, കൺവീനർ ദീപു ഭാസ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
റോഡ് സുരക്ഷാ വാരാചരണം സംഘടിപ്പിച്ച് JCI രാജകുമാരി യൂണിറ്റ്. കാടുമൂടിയ ദിശാബോർഡുകൾ വൃത്തിയാക്കിയാണ് റോഡ് സുരക്ഷാ വാരാചരണം സംഘടിപ്പിച്ചത്. JCI സോൺ വൈസ് പ്രസിഡന്റ് എബിൻ ബോസ് റോഡ് സുരക്ഷാ വാരാചരണം ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മകളിൽ ഒന്നാണ് ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യ. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കൊപ്പം അംഗങ്ങളെ നേതൃത്വ നിരയിലേക്ക് ഉയർത്തുക, അതിനുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് JCI രാജകുമാരി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ജനുവരി 11 മുതൽ 17 വരെ റോഡ് സുരക്ഷാ വാരാചരണം നടത്തുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് JCI രാജകുമാരി യൂണിറ്റ് വാരാചരണം സംഘടിപ്പിച്ചത്. രാജകുമാരി ബൈസൺവാലി റോഡിലെ ദിശാബോർഡുകൾ ശുചീകരിച്ചും കാടുകൾ വെട്ടിത്തെളിച്ചുമായിരുന്നു പരിപാടി. പുതുവർഷത്തിലെ ആദ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം യൂണിറ്റ് അംഗവും സോൺ വൈസ് പ്രസിഡന്റുമായ എബിൻ ബോസ് ഉദ്ഘാടനം ചെയ്തു. 2025 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഫസ്റ്റ് പ്രൊജക്റ്റായ റേഡിയൻ റോഡ്സ് എന്ന പറയുന്നത് നമ്മുടെ ഈ നാട്ടിലെ സൈൻ ബോർഡുകൾ പലതും പള്ളകേറിയും ആൾക്കാർക്ക് വായിക്കത്തില്ലാത്ത രീതിയിലും മറിഞ്ഞിരിക്കുന്നു. അപകടങ്ങൾ കൂടുതൽ സാധ്യതയാണ്. സൈൻ ബോർഡുകൾ എപ്പോഴും വെക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അത് പലതും മറിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് കാണാൻ വിസിബിൾ അല്ലാത്ത രീതിയിൽ പലതും മറിഞ്ഞിരിക്കുകയാണ്, അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇന്നത് ക്ലീൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. രാജകുമാരി ബൈസൺവാലി റോഡിലെ 10 കിലോമീറ്റർ ദൂരപരിധിയിൽ വരുന്ന ദിശാ ബോർഡുകളാണ് JCI യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴുകി വൃത്തിയാക്കുകയും കാടുകൾ വെട്ടിത്തെളിക്കുകയും ചെയ്തത്. യൂണിറ്റ് പ്രസിഡന്റ് അനീഷ് ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണത്തിൽ സോൺ ഡയറക്ടർ ബ്രീസ് ജോയി, സെക്രട്ടറി സുരേഷ് KM, റീജിയണൽ കോർഡിനേറ്റർ ജെറിൻ ജോസഫ്, ഡാലിയ, റിജോ കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. മനസ്സിന് ആമോദവും ഹൃദയങ്ങൾക്ക് കുളിർമയുമായി യുവത്വത്തിന്റെ ആരവുമായ കലാമാമാങ്കം ക്രിസില്ലൻസ് 2K25 കട്ടപ്പന പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ വർണ്ണാഭമായ തുടക്കം. ചലച്ചിത്ര താരം ദർശന S. നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ കലാവാസനയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയും ആഹ്ലാദത്തോടെ ഒന്നിച്ചുകൂടുക എന്നതിനെയും മുൻനിർത്തി കലയുടെ ആരവത്തിനാണ് പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ തുടക്കമായത്. ക്രിസില്ലൻസ് 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ചലച്ചിത്ര താരം ദർശന S. നായർ ഉദ്ഘാടനം ചെയ്തു. എനിക്കാണെങ്കിൽ തണുത്തിട്ട് ഭയങ്കര, കാരണം ഞങ്ങൾ പാലായിൽ നിന്നാണ് വരുന്നത്. അവിടെ കുറച്ച് ചൂടാണ്. ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര രസമാണ്. ഇവിടെ വന്ന് കയറിയപ്പം അച്ഛൻ എനിക്ക് പരിചയമുള്ളതാണ്, എൻ്റെ സിസ്റ്ററിൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോഴും എല്ലാം കണ്ട് ഞാനൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനൊക്കെ മറന്നുപോയി. പിന്നെ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛൻ പറഞ്ഞു ഇവിടെ ഇത് 10th ഇയർ ആണ് നിങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന്. ഒരുപാട് സന്തോഷം ഈ 10ാം വർഷത്തിൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയതിൽ. പിന്നെ അച്ഛനൊരു കാര്യം കൂടെ പറഞ്ഞു, ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ആ സിനിമയിലുള്ള ആരെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്ന്. ഇതൊരു തുടക്കമാകട്ടെ. ഇനി ദുൽഖറും മമ്മൂക്കയും ആരാ നിങ്ങൾ നിവിൻ പോളിയും പിന്നെ അതുപോലെ തന്നെ ലേഡീസിൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ താരങ്ങളെല്ലാം വരട്ടെ നിങ്ങളുടെ കോളേജിലേക്ക് ഞാൻ ആശംസിക്കുന്നു. ഞാൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആകുന്ന സാറ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ കോളേജ് നമ്മുടെ ബാംഗ്ലൂർ ക്രൈസ്റ്റിനേക്കാളും മുന്നിൽ വരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. DJ റോക്ക് ജെറിയുടെ നേതൃത്വത്തിൽ 2.5 മണിക്കൂർ കുട്ടികൾക്കായി മ്യൂസിക്കൽ ഇവന്റും സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MV ജോർജ് കുട്ടി അധ്യക്ഷനായിരുന്നു. കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം CMI, ആർട്സ് ക്ലബ് സെക്രട്ടറി ജിബിൻ സക്കറിയ, കോളേജ് യൂണിയൻ ചെയർമാൻ റോണി റിജി തുടങ്ങിയവർ സംസാരിച്ചു. ആർട്സ് ഡേ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ രശ്മി ജോസ്, ഷിൻഡു സെബാസ്റ്റ്യൻ, ആൻമരിയ ഡൊമിനിക്, ഡോണ ഷൈജു, ജോജി ജോസഫ്, സൈക്കോളജി വിഭാഗം അധ്യാപകനായ ഫെയ്ത്ത് എബ്രഹാം, സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള സഹ്യ ബ്രാൻഡിന്റെ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്ക് കയറ്റി അയക്കുന്നതിന്റെ ഭാഗമായി ആദ്യ കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നടന്നു. തങ്കമണി സഹ്യ ഡ്രൈ ഫ്രൂട്ട്സ് യൂണിറ്റിൽ നിന്ന് പുറപ്പെട്ട കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം വൈദ്യുതി വകുപ്പ് മുൻ മന്ത്രിയും ഉടുമ്പൻചോല MLAയുമായ MM മണി നിർവഹിച്ചു. 12,000 കിലോ തൂക്കം വരുന്ന വിവിധ ഉൽപ്പന്നങ്ങളാണ് ആദ്യ കണ്ടെയ്നറിൽ കൊണ്ടുപോയത്. തങ്കമണി സഹ്യ ഡ്രൈ ഫ്രൂട്ട് യൂണിറ്റിൽ നടന്ന പരിപാടിയിൽ തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സൈബി തോമസ് അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി വകുപ്പ് മുൻ മന്ത്രിയും ഉടുമ്പൻചോല MLAയുമായ MM മണി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ സഹകരണ മേഖലയിൽ ഇത്തരൊരു സ്ഥാപനം ഇല്ല. ഇതൊരു മാതൃകയായി തന്നെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഫലപ്രദമായി മാനേജ് ചെയ്യുകയും നല്ല മാനേജ്മെൻറ്റും ക്രമക്കേടുകളില്ലാതെ കൃത്യതയോടുകൂടി പോവുകയും ചെയ്താൽ, ഒന്ന് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുകയും ചെയ്താൽ
രണ്ട്, വിശ്വാസം ആർജിക്കണമെങ്കിൽ ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം മികച്ചതായിരിക്കണം എന്ന കാര്യം ഉറപ്പാക്കിയാൽ ഏത് സ്ഥാപനവും ഏത് പ്രസ്ഥാനവും മുന്നേറും, വലിയ വളർച്ച നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹ്യയുടെ പുതിയ ഉൽപ്പന്നമായ സഹ്യ ഇടിയിറച്ചിയുടെ ആദ്യ വിൽപ്പന ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് നിർവഹിച്ചു. റോമിയോ സെബാസ്റ്റ്യൻ പദ്ധതി വിശദീകരണം നടത്തി. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ്, സുധീഷ് K. സോമൻ, റെയ്നു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പനയിലെ വസ്ത്രവ്യാപാര രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ഫാഷൻ വീക്ക് ഡിസൈൻസ് ഗ്രൂപ്പിന്റെ ദീപിക ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന കിഡ്സ് വില്ല എന്ന കുട്ടികൾക്കായുള്ള വസ്ത്രവ്യാപാര സ്ഥാപനം പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പനയിലെ വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഫാഷൻ വീക്ക് ഡിസൈൻസ് ഗ്രൂപ്പിന്റെ ദീപിക ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന കിഡ്സ് വില്ല എന്ന സ്ഥാപനമാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ അൽഫോൻസ ഹോട്ടലിന് സമീപം മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. കുട്ടികളുടെ മാത്രം വസ്ത്രങ്ങളുടെ വൻ ശേഖരമൊരുക്കിയിട്ടുള്ള സ്ഥാപനമാണ് കിഡ്സ് വില്ല. പുത്തൻ ട്രെൻഡിനനുസരിച്ച കുട്ടി വസ്ത്രങ്ങളുടെ നീണ്ട നിരയാണ് സ്ഥാപനത്തിന്റെ എക്കാലവുമുള്ള പ്രത്യേകത. കുട്ടികൾക്കുള്ള എല്ലാവിധ വസ്ത്രങ്ങളും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭ്യമാകും. കട്ടപ്പന കൂടാതെ കോട്ടയം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിലും ഫാഷൻ വീക്കിന്റെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. കട്ടപ്പനയിൽ മാറി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് നിർവഹിച്ചു. ടെക്സ്റ്റൈൽ വ്യാപാരത്തിലെ സത്യം പറഞ്ഞാൽ ജസ്റ്റിൻ ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഇന്നൊക്കെ ചെയ്യുന്നത് പുള്ളി കുറേ കാലം അഡ്വാൻസ് ചെയ്തയാളാണ്. കാര്യം കട്ടപ്പനയിൽ നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ ഫാഷൻ വീക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് രണ്ടുപേരുടെയും വളരെ ശക്തമായ ഒരു പ്രവർത്തനവും അവരുടെ കാഴ്ചപ്പാടും നമ്മൾ പ്രശംസിക്കേണ്ടതാണ്. ഫാഷൻ വീക്കിന് എത്രയും ഫോളോവേഴ്സ് ഉണ്ട്. ഞാനും ഫാഷൻ വീക്ക് ഫോളോ ചെയ്യുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്. അപ്പം നമ്മളെയും കാണുന്നുണ്ട്, രണ്ടുപേരെയും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു വേറൊരു മാനത്തിലേക്ക് ഇപ്പോഴാണ് നമ്മളൊക്കെ ആരോപിച്ചൊക്കെ വരുന്നത്. പക്ഷെ അതിന് മുമ്പേ അവരൊത്തിരി അഡ്വാൻസ് ചെയ്യാൻ സാധിച്ചു. ഇത്രയും ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ അവരെ കൊണ്ട് സാധിച്ചു. ചെറിയ കാര്യമൊന്നുമല്ല. കോട്ടയത്തും പെരുമ്പാവൂരും ഒക്കെ അവർ കടകൾ തുറന്നു. അതെല്ലാം ഒരു ദൈവത്തിൻ്റെ നിമിത്തങ്ങളാണെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പലരും ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കണം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിന് എല്ലാവിധ ദൈവിക കൃപയും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഔപചാരികമായി എന്നെ ഇതിൽ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം രേഖപ്പെടുന്നു. സംഘടനയ്ക്ക് നൽകിയ അംഗീകാരമായി ഞാൻ ഇതിനെ കണക്കാക്കുന്നു. ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുക. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഹമ്മദ് കബീർ സീനാസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. റോസ് ഇലക്ട്രോണിക്സ് ഉടമ ഷിബു K. ജോർജ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി ജോഷി കുട്ടട, കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് ദേവസ്യ, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടി, സെക്രട്ടറി അഖിൽ വിശ്വനാഥൻ, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പക്ഷികളോടുള്ള താല്പര്യം മൂലമാണ് പൂപ്പാറ സ്വദേശിയായ വിജയ് അലങ്കാര പക്ഷി വളർത്തൽ ആരംഭിച്ചത്. ഇപ്പോൾ ആത്മസംതൃപ്തി മാത്രമല്ല, മികച്ച വരുമാനം കൂടിയാണ് പക്ഷി പരിപാലനം എന്ന ഹോബി വിജയ്ക്ക് സമ്മാനിക്കുന്നത്. 300 രൂപയിൽ തുടങ്ങി 15,000 രൂപ വരെ വില വരുന്ന പക്ഷികളെ വിജയ് വളർത്തി പ്രജനനം നടത്തി കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ട്.
അരുമ പക്ഷികളെ വളർത്തുന്നതിനോടൊപ്പം ആനന്ദവും കണ്ടെത്തുന്ന യുവ സംരംഭകനാണ് വിജയ്. ഡ്രൈവിംഗ് ജോലിക്കൊപ്പമാണ് വീടിന് മുകളിലെ ഷെഡിൽ വിജയ് അരുമ പക്ഷികളെ വളർത്താൻ ആരംഭിച്ചത്. കോവിഡ് കാലത്ത് കൗതുകത്തിനായി തുടങ്ങിയ പക്ഷി വളർത്തൽ പിന്നീട് പ്രധാന ജോലിയായി. നമുക്ക് ഇതിനോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഇത് ഒരു പ്രാവശ്യം വളർത്തിയവരെ പിന്നെ ഇത് നിർത്തിയാൽ പോലും പിന്നെയും ഇത് തുടങ്ങും. ഞാൻ ആദ്യം കോവിഡ് സമയത്താണ് ഇത് വളർത്തിയ സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നിർത്തിയിട്ട് വേറെ വർക്കിന്റെ കാര്യമായിട്ട് ഞാൻ പുറത്തു പോയി. അതായത് തമിഴ്നാട് ആ ഭാഗത്തൊക്കെ വർക്കിന്റെ കാര്യത്തിന് വേണ്ടി പോയി എങ്കിൽ പോലും തിരിച്ചു വന്നപ്പോൾ ഇത് വളർത്തണമെന്ന് പിന്നെയും നമുക്കൊരു ചെറിയ ഇത് കാണുമ്പോൾ ഒക്കെ ഒരു മോഹമായി. പിന്നെ അത് കാരണം ഇപ്പൊ ഒന്ന് തുടങ്ങിയതാണ്. വെറൈറ്റി എന്ന് പറയുമ്പോൾ പ്രാവുകളിൽ കുറെ വെറൈറ്റി ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം ഒരു 10 വെറൈറ്റി ഐറ്റംസ് പ്രാവുകൾ തന്നെയുണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്ക് കോക്ടെയിൽ എടുക്കുകയാണെങ്കിലും കോക്ടെയിലും വെറൈറ്റി കളറുകൾ, പിന്നെ പിഞ്ചസുകൾ മ്യൂട്ടേഷൻ പിഞ്ചസുകളാണ്. പിന്നെ ആഫ്രിക്കൻ ലോബുകളിലും വെറൈറ്റി കളറുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. 300 രൂപയിൽ തുടങ്ങി 15,000 രൂപ വരെ വില വരുന്ന പക്ഷികളെ വിജയ് വളർത്തി പ്രജനനം നടത്തി കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ട്. പെറ്റ് ഷോകളിലെ ചാമ്പ്യന്മാരും വിജയിയുടെ സ്റ്റോക്കിലുണ്ട്. പ്രാവുകളിലെ രാജാക്കന്മാരായ കിങ്, മുഖി, പ്രിൽ, ചൈനീസ് ഔൾ, ഹംഗേറിയൻ തുടങ്ങിയവയെല്ലാം ഇതിലുൾപ്പെടും. കൂടാതെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, കൊക്കറ്റീൽ, പലതരം ഫിഞ്ചസുകൾ എന്നിവയും ശേഖരത്തിലുണ്ട്. രാജപാളയത്തു നിന്നും എത്തിച്ച നായ്ക്കളായ ടോമിയും റോസിയും പക്ഷികൾക്ക് കാവലായി ടെറസിൽ ഉണ്ടാകും. ഭാര്യ പാർവതിയും മാതാപിതാക്കളുമെല്ലാം വിജയിയുടെ പക്ഷി വളർത്തലിന് പിന്തുണയുമായി കൂടെയുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 3000, ഏലം ശരാശരി വില 2800, കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 900, കൊക്കോ 190, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7340 രൂപ, വെള്ളി 101. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ കുടുംബത്തെ മാത്യു കുഴൽനാടൻ MLA സന്ദർശിച്ചു. സാബുവിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ CPM നേതാക്കളായ പ്രതികളെ ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുകയാണെന്നും ആരോപണം. കട്ടപ്പനയിൽ കാടവം ഗ്രോവേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആവശ്യമായ നിയമങ്ങൾ നടപ്പാക്കി മലയോര കർഷകരുടെ ആശങ്കകൾ ഒഴിവാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന മെത്രാൻ. വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 10 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുമെന്ന് MM മണി MLA. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളും കേന്ദ്ര സംസ്ഥാന ബന്ധവും എന്ന വിഷയത്തിൽ കട്ടപ്പനയിൽ സെമിനാർ സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ തെറ്റായ സാമ്പത്തിക നയം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടടിക്കുന്നുവെന്ന് തോമസ് ഐസക്. നെടുങ്കണ്ടം രാമക്കൽമേട്ടിൽ പിതാവ് മകനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രകോപനത്തിനിടയാക്കിയത് രാത്രിയിൽ മൊബൈലിൽ പാട്ടുവച്ചതെന്ന പോലീസ്. കൊല്ലപ്പെട്ടത് രാമക്കൽമേട് ചക്കക്കാനം സ്വദേശി പുത്തൻ വീട്ടിൽ ഗംഗാധരൻ നായർ. അറസ്റ്റിലായ പിതാവ് രവീന്ദ്രൻ നായരെ റിമാൻഡ് ചെയ്തു.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.